നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. മകയിരം നാളുകാർ ദേവഗണത്തിൽപ്പെടുന്നു. ഏത് കാര്യത്തിലും വളരെ ഉറച്ച ചിന്താഗതിയും സ്ഥിരമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണ സ്വഭാവവുമുള്ളവരായിരിക്കും മകയിരം നാളുകാർ. അവരുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ സാധാരണഗതിയിൽ പുറമേ നിന്ന് ആർക്കും കഴിയാറില്ല. എന്നാൽ തങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കുന്നത് പലപ്പോഴും മകയിരം നാളുകാരുടെ ഒരു അപാകതയായി കണ്ടുവരുന്നു. ശാന്തമായ സംഭാഷണവും സൗമ്യമായ പെരുമാറ്റവും മറ്റുള്ളവരുടെ ഇടയിൽ മകയിരം നാളുകാരെ വളരെ പ്രിയപ്പെട്ടവരാക്കി തീർക്കാറുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം വളരെ ഗുണകരമായി തന്നെയാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി, സ്ഥാനത്തിന് ഉയർച്ച, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം, മതിപ്പ് ഇവയെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വിദേശയാത്രയും വിദേശ തൊഴിലും അന്വേഷിക്കുന്നവർക്ക് വളരെ വേഗം അത് ലഭിക്കാവുന്ന സാഹചര്യമാണ് കാണുന്നത്. IT രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ആദായകരവും അംഗീകാരം ലഭിക്കുന്നതുമായ ഉയർന്ന കമ്പനികളിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സ്വയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരും. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി വലിയ വർധനവ് ഉണ്ടാകാവുന്ന ഒരു സന്ദർഭവും കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തീർത്ഥാടനം, വിനോദയാത്രകൾ തുടങ്ങിയവ ചെയ്യുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകും. ദാമ്പത്യപരമായ കാര്യങ്ങളിൽ അവിചാരിതമായി ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ രൂപം കൊള്ളുന്നതിനും മാനസികമായ അസ്വസ്ഥത സംഭവിക്കുന്നതിനും ഈ ഘട്ടത്തിൽ സാധ്യത കാണുന്നു. അതിനാൽ സംഭാഷണങ്ങളിലും പെരുമാറ്റത്തിലും വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ വളരെ നിഗൂഢമായ ദുരൂഹമായ ചില ദോഷയോഗങ്ങളാണ് തെളിഞ്ഞു കാണുന്നത്. ഇത് കൂടുതൽ തീവ്രത പാലിക്കുന്നതായാൽ അപ്രതീക്ഷിതമായ ആപത്തുകളും പലവിധ അനർത്ഥങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനാൽ ശരിയായി രാശിചിന്ത ചെയ്ത് ഇപ്പോഴത്തെ ദോഷകരമായ സ്ഥിതിവിശേഷങ്ങൾ നന്നായി മനസ്സിലാക്കി ഉചിതമായ പരിഹാരം ചെയ്യുന്നതാണ് ഉത്തമം. അതോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ ആരൂഢ സംബന്ധമായ വാസ്തുസ്ഥിതി ശരിയായി പരിശോധിപ്പിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഏത് കാര്യത്തിലും വളരെയധികം സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകുന്നത് ഉത്തമമാണ്. ഗാരുന്മദം അഥവാ ടോപ്പാസ് എന്നറിയപ്പെടുന്ന മഞ്ഞ കല്ല് സ്വർണത്തിൽ മോതിരമോ ലോക്കറ്റോ ആയി ധരിക്കുന്നത് വളരെയധികം സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതും ദോഷങ്ങളെ ലഘൂകരിക്കുന്നതുമായി കാണുന്നു.